അങ്ങനെ 2025 സെപ്റ്റംബറിലാണ് കേട്ടോ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. അങ്ങനെ ഒക്ടോബറിലാണെങ്കിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, രണ്ടും കൂടിയിട്ടുള്ളൊരു കേക്ക് കട്ടിങ് സന്തോഷമാണ് കേട്ടോ കണ്ടത്. ഏകദേശം ഒരു 34 വീക്സ് ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്ര മോശമായിരുന്നു എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്ര നേരത്തെ ഇതൊക്കെ റെഡിയാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ വലിയ ഉപകാരമായിരുന്നു കേട്ടോ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചത്. ഇന്നൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ എപ്പോഴും ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ എപ്പോഴും അത് ചെയ്ത് വെക്കാറുണ്ട് എൻ്റെ ഡയറിക്കകത്ത് എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ ബാഗിനകത്ത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ്. അപ്പോൾ എൻ്റെ ഫയൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ എല്ലാ റിപ്പോർട്ട്സും അടങ്ങിയിട്ടുള്ള ഫയലാണിത്. ഇതാണ് ഞാൻ ഫസ്റ്റ് എപ്പോഴും പ്രൈമറി ആയിട്ട് എടുത്ത് വെക്കുന്ന ഒരു സാധനം. അപ്പം ഈ ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സാധനമാണ് നമ്മുടെ വാലറ്റിനകത്ത് എസ്പെഷ്യലി നമ്മുടെ കാർഡ്സ്, ഹോസ്പിറ്റൽ കാർഡ്സ്, അതുപോലെ നമ്മുടെ ബാങ്ക് കാർഡ്സ്, അങ്ങനെ എല്ലാ കാർഡ്സും നമ്മൾ അടങ്ങിയിട്ടുള്ള കാർഡ് പൗച്ചും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സും അതേപോലെ നമ്മുടെ കാർഡ്സും. അതിനകത്ത് ആധാർ കാർഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നത് 2 തോർത്താണ് കേട്ടോ. നമുക്ക് 2 ബാത്ത് ടവൽസ്, അത് രണ്ടും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് പീരീഡ്സ് പാൻറ്റിയാണ്, വിസ്പറിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് ആഫ്റ്റർ ഡെലിവറിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ എടുത്ത് വെക്കുന്നത് 2 ബെഡ്ഷീറ്റ്സാണ്. നമുക്ക് ബൈസ്റ്റാൻഡർക്കും നമുക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ഷോളാണ്. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ 3 നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 3 നൈറ്റി എടുത്ത് വെച്ചിട്ടുള്ളൂ. ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് സാധനം എടുത്ത് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 എണ്ണം മാത്രമേ ഇപ്പം എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അടുത്തത് അതേപോലെ 3 ഇൻസ്കേർട്ട്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടർ സ്കേർട്ട്സായിട്ട് 3 എണ്ണം അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ 3 കോട്ടൺ മുണ്ടുകൾ കഴുകി വൃത്തിയാക്കി അലക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് 1-2 പൗച്ചസിലാണ്. അതിൽ ഒന്നാമത്തെ പൗച്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാഡ്സും അതേപോലെ നമ്മുടെ ഇന്നേഴ്സും ആണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഇന്നേഴ്സും കൂടിയിട്ട് ഞാനൊരു പൗച്ചിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പൗച്ചിൽ ഞാൻ എന്താ എടുത്ത് വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സോപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. നമുക്ക് ഫുഡൊക്കെ കഴിച്ചാൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രബ്ബർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലോഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കുളിക്കാനുള്ളൊരു സോപ്പ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പാക്കറ്റ് സോപ്പ് പൗഡർ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിമ്മിൻ്റെ ബാർ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പേസ്റ്റും ബ്രഷും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് മക്കൾക്കും കൂടിയിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ കൂടിയിട്ട് ഒരു പൗച്ചിനകത്താക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പൊട്ടിൻ്റെ പാക്കറ്റും 2 ചീപ്പും ഒരു ലിപ്സ്റ്റിക്കും. അതെനിക്ക് പ്രൈമറി ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് എടുത്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും മുടി ചെയ്യാൻ എന്തെങ്കിലും ചീപ്പ് ആവശ്യം ഉണ്ടാവും. അതേപോലെ എനിക്കൊരു പൊട്ട് എപ്പോഴും വെക്കണം. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ന്യൂസ് പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിരിച്ചിടാനോ അല്ലെങ്കിലും എന്തെങ്കിലും വേസ്റ്റൊക്കെ കളയാനോ വേണ്ടി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പേര് ഡ്രസ്സും കൂടി നമ്മൾ കരുതണം കേട്ടോ. നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ പ്രഗ്നൻസി മോമിന് ഏറ്റവും പ്രൈമറി ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ ഇത്രേ കാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ.